ഹലോ എവരിവൺ, നമ്മുടെ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ KMAT 2024 മാർച്ച് മാസത്തെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ ഒരു 10 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. എക്സ്ക്ലൂസീവ് മെമ്പേഴ്സ് ഉള്ള വീഡിയോ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ ബുക്ക്ലെറ്റ് നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 71 മുതലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസിലേക്ക് സ്ട്രേറ്റ് അവേ കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ നമ്മളുടെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല, ഹിൻറ്റുകൾ പറഞ്ഞ് മുന്നോട്ട് പോകണം. നമ്പർ 2 ഒരു അഞ്ചക്ക നമ്പറാണ്. 2x056 നമ്പർ അങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പം 25 നമ്പർ ഡിവിസിബിൾ ബൈ 11 എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അതിൽ 1000ൻ്റെ പൊസിഷൻ 1000ൻ്റെ പൊസിഷനിലുള്ള നമ്പർ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. എക്സ് ഇട്ടേക്കുന്ന അല്ലെങ്കിൽ സ്റ്റാർ ഇട്ടേക്കുന്ന പൊസിഷനുണ്ട്. അപ്പം ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. നിങ്ങൾക്ക് അതിനെപ്പറ്റി അത്ര നല്ല ധാരണയില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറഞ്ഞ വീഡിയോ ഉണ്ട്, മസ്റ്റായിട്ട് എല്ലാവരും കാണണം. എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡിവിസിബിലിറ്റി റൂൾ എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് കാണുന്ന നല്ലതാണ്. 1 മുതൽ 2 മുതൽ 2 വളരെ എളുപ്പമാണ്. 3 മുതൽ 11 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഡിവിസിബിലിറ്റി റൂൾസ് എല്ലാവരും പഠിച്ചു വെക്കുന്ന നല്ലതാണ്. 11ൻ്റെ റൂൾ പ്രകാരം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഒരു നമ്പർ എടുത്തിട്ട് അതിൻ്റെ ഈവൻ പൊസിഷനിലുള്ള നമ്പേഴ്സിൻ്റെയും ഓഡ് പൊസിഷൻ്റെ നമ്പേഴ്സിൻ്റെയും സമ്മിൻ്റെ ഡിഫറൻസ് നോക്കാം. ഈവൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഓഡ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ആൾട്ടർനേറ്റീവ് നോക്കുക. 2, 0, 1ാമത്തെ പൊസിഷൻ, 3ാമത്തെ പൊസിഷൻ, 5ാമത്തെ പൊസിഷൻ, അതുപോലെ തന്നെ 2ാമത്തെ പൊസിഷൻ, 4ാമത്തെ പൊസിഷൻ. ഒറ്റ പൊസിഷൻസ് 1, 3, 5 3, 2, 4 അതാണ് ഓഡ് പൊസിഷൻസ് ഈവൻ പൊസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് തമ്മിലുള്ള ഡിഫറൻസ് ഒന്നെങ്കിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം എന്നാണ് ഇതിൻ്റെ റൂള്, ബേസിക് റൂൾ പറയുന്നത്. ഇവിടെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പൊസിഷനിൽ 0യും എക്സും 5ഉം ഉള്ളത്. അപ്പോൾ നമുക്കതിന് വേണമെങ്കിൽ അറിയാത്തതുകൊണ്ട് x+5 എന്നിടാം. മറ്റേ പൊസിഷനുള്ള 3 അക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. ഓഡ് പൊസിഷനുള്ള 2, 5 2, 0, 6 ആണ്. ഇപ്പോൾ 2, 0, 6 എന്ന് പറയുമ്പോൾ അതിൻ്റെ സം എന്ന് പറയുന്നത് 8 ആണെന്നറിയാം. 8 ആണ്. അപ്പോൾ ഇനി ഇതിന് തമ്മിൽ ഡിഫറൻസ് 0 ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാൻ പറ്റുന്നു. എക്സിൻ്റെ സ്ഥാനത്ത് ഒബ്വിയസ്ലി എന്തോ അറിയണം, 3 വന്നിരിക്കണം. എന്നാൽ അതർ ഡിഫറൻസ് 0 ആവുള്ളൂ. മൾട്ടിപ്പിൾ 11 ആകാൻ, ഡിഫറൻസ് 11ൻ്റെ മൾട്ടിപ്പിൾ ആകാനുള്ള പോസിബിലിറ്റി ഇല്ല. കാരണം മാക്സിമം എക്സ് 9 വരെ ആകാൻ പറ്റുള്ളൂ. അതായത് 11ൻ്റെ മൾട്ടിപ്പിൾ ആകാനുള്ള പോസിബിലിറ്റി ഇവിടെ ഇല്ല, കാരണം അത് ചെറിയൊരു നമ്പറും കൂടി ആയതുകൊണ്ട്. അപ്പം പിന്നെ 0യിലേക്ക് എത്തിക്കാനായിട്ട് ഇപ്പം എക്സ് 3 ആകാന്നുള്ളതാണ് അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യം. അപ്പോൾ ഈ റൂള് പറഞ്ഞിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ ഡിവിസിബിലിറ്റി റൂൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. സോ ഇവിടുത്തെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഈ ഒരു ലോജിക്ക് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഹൗ മെനി ടൈം ഷുഡ്, ഇത് നമുക്കൊരു കോമൺ സെൻസ് ലോജിക്ക് കൊണ്ടേ മാത്രം ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് മാത്തമാറ്റിക്കൽ എബിലിറ്റി ഒന്നും വേണമെന്നില്ല. ഹൗ മെനി ടൈം ഷുഡ് ദ കീസ് ഓഫ് എ കീബോർഡ് ബി പ്രസ്ഡ് ടു എൻ്റർ ഫസ്റ്റ് 300 കൗണ്ടിങ് നമ്പേഴ്സ്. അപ്പോൾ കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ആകേണ്ട 1 മുതലുള്ള 300 വരെയുള്ള നമ്പേഴ്സാണ് ഈ കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. കൗണ്ടിങ് നമ്പേഴ്സ് നമ്മുടെ കീബോർഡിൽ കൂടെ 1 മുതൽ 300 വരെ എണ്ണുവാണെങ്കിൽ എത്ര തവണ കീബോർഡ് പ്രസ് ചെയ്യപ്പെടുന്നതാണ് ചോദിക്കുന്നത്. അപ്പം ഓരോ നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്ന് എണ്ണി നോക്കിയാൽ അറിയാം. അപ്പം സിംഗിൾ ഡിജിറ്റ് നമ്പേഴ്സ് അറിയാം. 1 മുതൽ 9 വരെ സിംഗിൾ ഡിജിറ്റ് നമ്പേഴ്സാണ്. അങ്ങനെ 9 ഉണ്ട് നമുക്ക്. പിന്നെ 10 മുതൽ 99 വരെ ഡബിൾ ഡിജിറ്റ് നമ്പേഴ്സാണ്. അപ്പോൾ അങ്ങനെ 90 ഉണ്ട്. അപ്പോൾ ഡബിൾ ഡിജിറ്റ് നമ്പർ എൻ്റർ ചെയ്യണമെങ്കിൽ ഓരോ നമ്പർ 2 തവണ എൻ്റർ ചെയ്യണം. 11 എൻ്റർ ചെയ്യുമ്പോൾ 1, 0 ഉണ്ട്. അങ്ങനെ 180 വരെ പ്രസ് ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി. ഇനി നിങ്ങൾക്കറിയാം 100 മുതൽ 300 വരെയുള്ള ഇത്രയും നമ്പർ 201 നമ്പറുണ്ട്. ആ നമ്പറുള്ള 3 ഡിജിറ്റാണ്. അപ്പോൾ അത് പ്രസ് ചെയ്യാൻ തീർച്ചയായിട്ടും ഒരു നമ്പർ പ്രസ് ചെയ്യണമെങ്കിൽ ഒരു നമ്പർ എൻ്റർ ചെയ്യണമെങ്കിൽ 3 തവണ പ്രസ് ചെയ്യണം. അപ്പോൾ 201 × 3 603. അപ്പോൾ ഇത് 3ൻ്റെയും കൂടെ സമ്മായിട്ട് കിട്ടുന്ന നമ്പർ വാല്യൂ 792 ആണ് റൈറ്റ് ആൻസർ. ഒരു ലോജിക്കലി ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണ്. ഒന്ന് ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കാണ്ട് മാത്രം. എഗെയിൻ അടുത്ത ക്വസ്റ്റ്യൻ ഡിവിസിബിലിറ്റി ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇത് നമ്മൾ ഡിവിസിബിലിറ്റി റൂൾസ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കുന്ന ക്വസ്റ്റ്യനാണ്. കാരണം ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാധാരണ 4, 5, 6, 7 സാധാരണ പ്രൊസീജിയർ ഇതിൻ്റെ LCM കണ്ടുപിടിക്കുക, 4, 5, 6, 7 LCM കണ്ടുപിടിക്കുക.
എന്നിട്ട് LCML മൾട്ടിപ്പിൾ ആണോ ഈ നമ്പർ നോക്കുക. അതാണ് അതിൻ്റെ സിമ്പിൾ പ്രൊസീജിയർ. പക്ഷേ ഇവിടെ ഞാൻ ഓപ്ഷൻസ് തന്നതുകൊണ്ട് നമുക്ക് അതിലേക്ക് നമുക്ക് ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ സ്റ്റെപ്സ് മാറ്ററല്ല, ആൻസറിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ 4, 5, 6, 7 എടുത്തിട്ട് ഈ പറഞ്ഞ ഓപ്ഷൻസ് ഡിവിസിബിൾ ആണോ നോക്കിയാൽ മതി. അതായത് 5 നോക്കേണ്ട ആവശ്യമില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. കാരണം 0 വരുന്നുണ്ട്, എല്ലാ 5 എന്തായാലും ഡിവിസിബിൾ ആണ്. കൂട്ടത്തിൽ കുറച്ച് ഡിവിസിബിലിറ്റി ബുദ്ധിമുട്ടുള്ള കേസ് നമ്പർ 7 ആണ്. അപ്പോൾ 7 പിടിച്ച് നോക്കുക. നമ്മൾ ഫസ്റ്റ് വൺ എടുത്ത് നോക്കുക, 7 ഡിവിസിബിൾ ആണോ എന്നുള്ളത്. ഫസ്റ്റ് 1260 നമുക്ക് ഈസിയായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ 7 ഡിവിസിബിൾ ആയിട്ട് കാണുന്നുണ്ട്. 7 ഡിവിസിബിൾ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ 5 നോക്കി കഴിഞ്ഞാൽ 4 നോക്കാം, 3 12, പിന്നെ വീണ്ടും 15. അപ്പോൾ 4 നോക്കുന്നുണ്ട്, 6 നോക്കുന്നുണ്ട്. അപ്പം 4, 5, 6, 7 ഫസ്റ്റ് എയിൽ തന്നെ ഡിവിസിബിൾ ആണ്. അപ്പോൾ എയിൽ തന്നെ ഡിവിസിബിൾ ആണ്. അപ്പോൾ എയിൽ തന്നെ ഡിവിസിബിൾ ആണ്, പിന്നെ ബി സി നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അത്രയും സമയം സേവ് ആയി കിട്ടി. അത് ധൈര്യമായിട്ട് മാർക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. ആൻസർ ഈസ് 1260. പിന്നെ ബാക്കി ഇവിടെ ഉള്ളതിന് എന്താണ് സംഭവിക്കുക നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊന്നും പിന്നെ ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഡിവിസിബിൾ ആണോ എന്ന് ഉറപ്പിക്കുക. വേണം ഒന്നുകൂടെ സംശയമുണ്ട്, ഒന്നുകൂടെ ചെയ്ത് നോക്കി പെട്ടെന്ന് 10-20 സെക്കൻഡ് കൊണ്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കി മുന്നോട്ട് പോകാം. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആൻസർ എത്തുക എന്നുള്ളതാണ് നമ്മുടെ സ്റ്റെപ്സ്. നിർബന്ധമല്ല, അപ്പോൾ ഇങ്ങനെയും ചെയ്യാം എന്ന് മാത്രം. പക്ഷേ ഒരു കോമ്പറ്റീവ് എക്സാം ഈ ഒരു മെത്തേഡ് ചെയ്യാൻ കുറച്ച് പാടുള്ള കാര്യമാണ്. അപ്പോൾ ആൻസറിലേക്ക് എത്താനുള്ള നിങ്ങൾക്ക് മാർക്കിംഗ് ഉപയോഗിക്കാം. അതല്ലാണ്ട് മറ്റു മെത്തേഡ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പല ലോജിക്കുകൾ ഇവിടെ ഉപയോഗിച്ച് ആൻസറിലേക്ക് എത്താം. Again, 5 alarms run together in an interval of 5, 10, 11, 15, 20, 50 minutes. At most how many times? അപ്പോൾ അലാറം വെക്കുകയാണ് ഓരോരുത്തർ. അലാറം വെച്ച് വീണ്ടും നമ്മൾ അലാറം സ്നൂസ് ചെയ്യുന്ന പരിപാടിയൊക്കെ നമുക്ക് അറിയാം. 5, 10, 15, 20 അങ്ങനെ 5 ഡിഫറെൻറ്റ് ഇൻ്റർവെല്ലിലാണ് ഒരാൾ അലാറം വെച്ചിരുന്നത്. അപ്പോൾ ഈ അലാറം 2 മണിക്കൂറിനുള്ളിൽ എത്ര തവണ ഒരുമിച്ച് റിങ് ചെയ്യുക, 5 എണ്ണം ഒരുമിച്ച് എത്ര തവണ റിങ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ബേസിക്കലി ഇവിടെയും ഒരു LCMൻ്റെ ഒരു ലോജിക്കാണുള്ളത്. അപ്പം LCM എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഇത് 5ൻ്റെയും കൂടെ കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്പിൾ, ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ ഏതാണെന്നാണ് നോക്കുന്നത്. ആ ടൈമിലായിരിക്കും ഇതെല്ലാം കൂടെ ഒരുമിച്ച് അടിക്കുന്നത്. അതാണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ LCMൻ്റെ ആപ്ലിക്കേഷനാണ് ബേസിക്കലി. അപ്പോൾ നോക്കുമ്പോൾ 5, 10, 15, 20, 25 നമ്പേഴ്സിൻ്റെ LCM എന്ന് പറയുന്നത് LCM പല രീതിയിൽ കണ്ടുപിടിക്കാം. നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഫാക്ടേഴ്സ് ആയിട്ടോ ഒക്കെ നോക്കാം. അപ്പോൾ ഇവിടെ ഈ നമ്പേഴ്സ് സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ 300 LCM നമുക്ക് ഒരു വേറെ ഗസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് LCM കണ്ടുപിടിക്കണമെന്ന് ഒന്നെങ്കിൽ ലാർജസ്റ്റ് നമ്പർ എടുത്ത് ലാർജസ്റ്റ് സംബന്ധിച്ച് മൾട്ടിപ്പിൾസ് എടുത്ത് നോക്കാം. 25 മൾട്ടിപ്പിൾ, അടുത്ത മൾട്ടിപ്പിൾ 50 ഏതായാലും 50 ഏതായാലും 15 പോകത്തില്ല, 20 പോകത്തില്ല. അപ്പോൾ 50 പറ്റത്തില്ല, 75 പറ്റത്തില്ല, അതിൽ 5 അവസാനിക്കൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് 75 നോക്കണ്ട, 100 നോക്കാം. 100 15 100 പറ്റുന്നില്ല. അപ്പം അങ്ങനെ നമുക്ക് മുന്നോട്ട് പോയി നോക്കുകയാണെങ്കിൽ ഈസിയായിട്ട് 300ലേക്ക് എത്താം. LCMൻ്റെ മറ്റു റൂൾസ് അറിയാമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ 300 മിനിറ്റിലേ ഇത് പറ്റുള്ളൂ. 300 മിനിറ്റ് എന്ന് പറയാൻ ഏകദേശം 3 മണിക്കൂർ കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് 2 മണിക്കൂറിനുള്ളിൽ ഏതായാലും ഈ സംഭവം ഒരുമിച്ച് തന്നെ അടിക്കത്തില്ല. അതുകൊണ്ട് 0 ടൈംസ് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഫ്രാക്ഷൻ ഈസ് 1 കിലോമീറ്റർ ഇൻ 400 മീറ്റർ? 1 കിലോമീറ്ററിൻ്റെ എത്ര ശതമാനമാണ്, അല്ലെങ്കിൽ എത്ര ഫ്രാക്ഷനാണ് 400 മീറ്റർ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. 1 കിലോമീറ്ററിലൊന്നും മീറ്ററിലായതുകൊണ്ട് നമ്മളിതിനെ 1 കിലോമീറ്റർ നമ്മൾ 1000-ലാക്കി മാറ്റുന്നു. അത് തീർച്ചയായിട്ടും സിമ്പിളാണ്. 400 ഡിവൈഡ് ബൈ 1000, 2/5 ആയിട്ട് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ 2/5 ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കുറച്ച് സ്റ്റെപ്സ് ആവശ്യമുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ടൈമാണ് നിങ്ങളുടെ മാറ്ററിങ് ചിലപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ സേവ് ചെയ്ത് ഒന്ന് സ്കിപ്പ് ചെയ്ത് പോയാലും കുഴപ്പമില്ല. കാരണം ഫുൾ ടൈം എടുക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ സിമ്പിളാണ്, പക്ഷേ നമുക്ക് 2 മിനിറ്റ് ഒക്കെ എടുക്കുമായിരിക്കും. കുറച്ച് മാത്സ് ഫാസ്റ്റ് ആൾക്കാർ ചിലപ്പം 1 മിനിറ്റ് താഴെ ചെയ്യാൻ പറ്റുമായിരിക്കും. മാത്സ് സ്ലോ ആണെങ്കിൽ ഒരു ആവറേജ് ഒക്കെ ആണെങ്കിൽ 2 മിനിറ്റ് ഒക്കെ എടുക്കും ചിലപ്പോൾ. അപ്പോൾ അത് ഫുൾ ടൈം എടുത്തേക്കാം. നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം. കാരണം ഞാൻ പറയുന്ന എല്ലാ ആൻസറും എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുക അത്രയും പോസിബിളായ കാര്യമൊന്നുമല്ല. അപ്പോൾ ഇൻകം ഓഫ് ഹെബി തന്നിട്ടുണ്ട്, അത് 3:2 റേഷ്യോ ആണ്. എക്സ്പെൻസ് തന്നിട്ടുണ്ട് 5:3 റേഷ്യോ ആണ്. അവർ രണ്ടുപേരും കോമൺ ആയിട്ട് 7 ലക്ഷം രൂപയാണ് സേവ് ചെയ്തും തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എയുടെ ഇൻകമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ റേഷ്യോ നോക്കുന്നത് നമ്മൾ എക്സും വൈയും ഒക്കെ ഇവിടെ ഇറക്കുന്നു. അപ്പോൾ ഇൻകത്തെ 3x 2x ആയിട്ടും എക്സ്പെൻസിനെ 5y 3y ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ഇൻകം മൈനസ് എക്സ്പെൻസ് ആണ് സേവിങ്. രണ്ടുപേരുടെ സേവിങ്സ് 7,000 ആണ്, 7 lakhs ആയതുകൊണ്ട് നമ്മുടെ ഇക്വേഷൻ കോമൺ ആയിട്ട് എടുത്ത് y കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ സിമിലർലി സോൾവ് ചെയ്ത് എക്സ് കണ്ടുപിടിക്കാം. എക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 3x ആണ് എക്സിൻ്റെ എയുടെ ഇൻകം ചോദിച്ചത്. അപ്പോൾ 3x ആണ് എയുടെ എക്സ് എത്ര കിട്ടുന്നോ അതിന് 3 ടൈംസ് എടുക്കുക. അതാണ് റൈറ്റ് ആൻസർ.
ഓക്കെ, ഈ ഹിൻഡോടെ അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു. 15 ആൾക്കാർ ഒരു വർക്ക് 9 ദിവസം കൊണ്ട് ചെയ്യുന്നു. 5 ആൾക്കാർക്ക് സെയിം വർക്ക് എത്ര ദിവസം ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് ലോജിക്ക് എന്നാണ്, 15 പേരോട് ചെയ്യുന്ന വർക്കാണ്, അത് 5 പേരായിട്ട് ചുരുങ്ങി എന്നുവെച്ചാൽ 1/3 മാറിയേക്കാണ്. 1/3 മാറിയേക്കാണ്, 3/1 മാറിയേക്കാണ്. അപ്പം ആൾക്കാരുടെ എണ്ണം 3/1 മാറുമ്പോൾ ജോലിയുടെ നമ്പർ ഓഫ് ഡേയ്സും കൂടും. അപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് സ്വാഭാവികമായിട്ട് എത്ര കൂടണം, ആളുകളുടെ എണ്ണം 1/3 കൂടിയിട്ടുണ്ടെങ്കിൽ അത് 3 ഇരട്ടിയായിട്ട് കൂടണം. അപ്പോൾ 27 ദിവസം എടുത്ത് വർക്ക് ചെയ്യാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സിമ്പിൾ ലോജിക്ക് ഉപയോഗിക്കാവുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇക്വേഷൻ ഒന്നും അവിടെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ഒരു ലോജിക്ക് ഉപയോഗിച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ വഴി സോൾവ് ചെയ്യാമെന്നാണ്. ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. സ്ട്രേറ്റ് അവേ സോൾവ് ചെയ്യാൻ പറ്റും. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താം. Now a train runs at 72 km/h and passes a telegraph pole at 8 seconds. How long it will take to cross a bridge of 180 meter? അപ്പോൾ ഇങ്ങനെ ട്രെയിൻ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്ന ട്രെയിനിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ട്രെയിൻ ലെങ്ത്തും കൂടെ കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ ബ്രിഡ്ജ് പാസ് ചെയ്യുന്നത്, കാരണം ട്രെയിനിൻ്റെ ലെങ്ത്തും കൂടെ കൂട്ടണം, എന്നാലേ ബ്രിഡ്ജ് പാസ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആകത്തുള്ളൂ. കാരണം ഒരു ബ്രിഡ്ജിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ട്രെയിൻ ഇങ്ങനെ എൻ്റർ ചെയ്യുന്ന പോയിന്റ് മുതൽ ട്രെയിനിൻ്റെ അങ്ങേയറ്റ് ലാസ്റ്റ് ബോഗി ലീവ് ചെയ്യുന്ന പോർഷൻ വരെ നമുക്ക് കൺസിഡർ ചെയ്യണം. അപ്പോഴാണത് കംപ്ലീറ്റ്ലി പാസിംഗ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് കൺവേർഷൻ വേണം. 1 km/h മറ്റൊന്ന് m/s. km/h m/s കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് 5/18 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. കാരണം 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം അത് 72 km/h എന്നുള്ളത് 20 m/s ആയിട്ട് കൺവേർട്ട് ചെയ്ത് കിട്ടും. അപ്പം അങ്ങനെ ഇപ്പം ഒരു പോൾ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ഒരു പോയിന്റ് എന്നുള്ള കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന് വേറൊരു വേരിയേഷൻ ലെങ്ത് ഒന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ട്രെയിനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ആ ട്രെയിനിൻ്റെ സ്പീഡ് ഇൻറ്റു ആ ബോൾ കവർ ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും. അപ്പോൾ ട്രെയിനിൻ്റെ ലെങ്ത് തന്നെ 130 കിട്ടും നമുക്ക്. അപ്പം ട്രെയിൻ ലെങ്ത്തും ഒറിജിനൽ ലെങ്ത് കൊണ്ട് കൂട്ടിയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കവർ ചെയ്യേണ്ടത്. അത് കവർ ചെയ്യാനായിട്ട് 20 m/s m/s സ്പീഡിൽ നമുക്ക് കവർ ചെയ്യുമ്പോൾ 17 സെക്കൻഡ് എടുക്കുന്നു. സോ ഹൗ വി ക്യാൻ ആൻസർ ദി ക്വസ്റ്റ്യൻ. 2 ട്രെയിന് 10 മണി സമയത്ത് നിന്ന് 2 സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നു. 2 ഡിഫറെൻറ്റ് സ്പീഡാണ്, 40 km/h 60 km/h. അത് എവിടെ വെച്ച് അത് മീറ്റ് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. മൊത്തം ഡിസ്റ്റൻസ് 400 km ആണ് തന്നിട്ടുണ്ട്. എവിടെ വെച്ചെന്നല്ല, ഏത് ടൈമിലും. സോ അപ്പോൾ 2 സൈഡിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ u+v ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്യാന്നാണ് റിലേറ്റീവ് സ്പീഡ് വരുന്നത്. ഇപ്പോൾ 40ഉം 60ഉം കൂടെ കൂട്ടുന്നതുകൊണ്ട് നമുക്ക് രണ്ട് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ റിലേറ്റീവ് സ്പീഡാണ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. റിലേറ്റീവ് സ്പീഡ് അപ്പോൾ u+v ആണ്. അപ്പോൾ ഒന്നിൻ്റെ സ്പീഡും യും എൻ്റെ സ്പീഡ് u ആയിട്ടാണ് u+v ആണ്. അപ്പം 100 km/h ആണ് റിലേറ്റീവ് സ്പീഡ്. അപ്പോൾ 400 മൊത്തമുള്ള ദൂരം. അപ്പം 4 മണിക്കൂറിനകം അത് മീറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്. സോ 10+4 2 മണിക്ക് അത് തമ്മിൽ 2 ട്രെയിൻസ് മീറ്റ് ചെയ്യാം. ചോദ്യങ്ങളാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്ലേലിസ്റ്റ് നിലവിൽ വീഡിയോസ് ഉണ്ട്, വീഡിയോസ് കാണാൻ ശ്രമിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അടുത്ത പാർട്ട് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.